ഒരു കല്യാണം കഴിഞ്ഞു വന്നതാണ് ഗൈസ്. മുഖത്തൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ എപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അത് നല്ല സുന്ദരിയായിട്ട് പോയി, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കോലം. കൺമഷിയൊക്കെ പാർട്ടാർന്ന് മുഖമൊക്കെ വല്ലാണ്ടായി. ഇന്നിപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായി, മുഖത്തൊക്കെ വല്ലാണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സ്ഥിരം ചെയ്യുന്നത് നിങ്ങളെയും കൂടി കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി ഞാൻ വന്നിട്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയർ തുടങ്ങാം. ഇത് മാറ്റിയേക്കാമല്ലേ? ഇത് ഇട്ട് കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ആവും. മാജിക് കാരുടെ കയ്യിലാണെങ്കിൽ പെട്ടെന്ന് മാറിയേനെ ഗൈസ്. ഞാനായതുകൊണ്ട് ഞാൻ തന്നെ എണീറ്റ് പോയി മാറ്റിയിട്ട് വരാം. ഹൈ ഗൈസ്, ഐ എം ബാക്ക് ഗൈസ്. നമുക്കൊന്ന് തുടങ്ങിയാലോ? ഒന്നാ വീഡിയോ ചെയ്യാമോ? ചൂടായിട്ട് ഐസ് ആദ്യം ഉപയോഗിച്ച ഫൗണ്ടേഷനൊക്കെ പോകുകയെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ ഗൈസ്. ഓൺലി മോയ്സ്ചറൈസർ ആൻഡ് പൗഡർ. ബാക്കി എല്ലാ ഐറ്റംസും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഗൈസ്. ഞാൻ സെയിം പെട്ടെന്ന് തീർന്നേ. മുഖത്ത് ചൂടാണ്. മുഖത്ത് ചൂട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഐസല്ല, വെള്ളം. മുഖത്ത് ചൂട് ഇത്ര കൊണ്ടാണ് ഇങ്ങനെ ഐസ്. അപ്പം മുഖത്തിന് എത്തിച്ച് കൂളായിട്ടുണ്ട്, തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് വേറെ പരിപാടികളുണ്ട്. ഇനി അടുത്ത പരിപാടികളാണ് സ്ക്രബ്, ചെറിയൊരു ഫേസ് വാഷ്. ഇത് മസാജ് ചെയ്യുന്ന ഫേസ് മസാജ് ചെയ്യുന്ന സാധനം. ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. മോയ്സ്ചറൈസിങ് ഫേഷ്യൽ മസാജ് ക്രീമാണ് ഇത്. പിന്നെ ഇത് സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഫേസ് വാഷാണ് ഗൈസ്. ഇത് രണ്ടും ഞാൻ സ്മിറ്റൺ എന്ന് പറഞ്ഞ ആപ്പിലാണ് എടുത്തത്. ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇത്ര വലിയ വിലയൊന്നുമില്ല. ഇതിൻ്റെ വലിയ ട്യൂബ് വാങ്ങുന്നെങ്കിൽ വില ഉണ്ടാവും. ഇത് സാമ്പിളാണ് ഗൈസ്. അതാകുമ്പോൾ പിന്നെ വലിയ വിലയില്ലാണ്ട് നമുക്ക് കിട്ടുമല്ലോ. ഇങ്ങനത്തെ 3-4 ട്യൂബ് വാങ്ങുന്നതിന് അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടാകും. അതിന് മൊത്തത്തിൽ വരുന്നത് 245 രൂപയാണ്. നമ്മൾ 245 രൂപയ്ക്ക് ഓർഡർ ചെയ്താൽ 245 രൂപ നമ്മുടെ വാലറ്റിലോട്ട് വരികയും ചെയ്യും. നമുക്ക് പോയിന്റ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം, അതിനകത്ത് പറഞ്ഞു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് ഞാൻ സ്മിറ്റാണ് ഇന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാവേ. ആദ്യം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. സ്ക്രബ് ആദ്യമേ നേരിട്ട് യൂസ് ചെയ്യുന്നതിന് നല്ലതാണ്. ബാക്കി ഫേസ് വാഷ് പോലെയല്ല ഗൈസ്. ഇത് ലേശം തുള്ളി മതി. കൂടിപ്പോയി. ഇത്രയും മതി. ഇത്ര തന്നെ വേണ്ട. മതി. കണ്ടോ? ഇത്രയും മതി. ഭയങ്കരമായിട്ട് ലാത്തറാവുന്നുണ്ട്. കണ്ടോ? കണ്ണിൻ്റെ മുകളിൽ കണ്ണടച്ചിട്ട് തേക്കണം. അത് പക്ഷെ ഞാനിപ്പോൾ വെച്ച് തേച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീണ് പോകും ഗൈസ്. അതുകൊണ്ട് ഇല്ല, പൈപ്പിൻ്റെ വല്ലതും ചോട്ടിൽ പോയിട്ട് കണ്ണുമൊന്നും കഴിയിട്ട് ഞാൻ ഇപ്പോൾ ഓടി വരാം. അപ്പോൾ വെൽക്കം ഗൈസ്. അപ്പോൾ അതൊന്നും കളഞ്ഞിട്ടുണ്ട്. മുഖത്ത് കൺമഷിയൊക്കെ ഒരുമാതിരിയൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇത് പല കമ്പനിയുടെയാണ് യൂസ് ചെയ്യുന്നത്.
കമ്പനി ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇത് ഹിമാലയയുടെ ആണ്, ആപ്രിക്കോട്ട് ഫേസ് സ്ക്രബ്. നല്ല പലതവണ യൂസ് ചെയ്തിട്ട് കഴിച്ചിട്ടാണ് നല്ല കേട്ടോ, നല്ല എക്സ്ഫോളിയേറ്റിംഗ് ആണ്. പിന്നെ ഗൈസ് ഞാൻ കാര്യം പറയട്ടെ, ഞാനിതിൽ എൻ്റെ ഷോർട്സിലിടുന്ന ഒരുമാതിരി എല്ലാ ടിപ്സും ഞാൻ സ്ഥിരം യൂസ് ചെയ്ത് പരീക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടോ. മിക്കവരും ചോദിക്കുന്നുണ്ട് ഇത് വല്ല ഉപയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അഞ്ജനാന്ന്. ഞാനതൊക്കെ പരീക്ഷിച്ചിട്ടാണ് ഗൈസ്, എൻ്റെ സ്വന്തം മുഖത്ത് പരീക്ഷിച്ചിട്ടാണ് ഗൈസ് നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നൈസായിട്ട് പയ്യെ സ്ക്രബ് ചെയ്താൽ മതി ഗൈസ്. ഞാൻ ഈ ഇടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ ഞാൻ നോർമലി അങ്ങനെ പോകാറില്ല, ആകെപ്പാടെ ഒരു തവണ എങ്ങാണ്ട് പോയിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ പോയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് പയ്യെ ചെയ്താലും നല്ല ഡെഡ് സ്കിന്നൊക്കെ പോകുമെന്ന്. അതുവരെ ഞാൻ എൻ്റെ മുഖത്തിന് കല്ലിലിട്ട് ഉരയ്ക്കുന്ന പോലെ ഉരച്ചുകൊണ്ടിരുന്നതാണ് ഗൈസ്. ഇപ്പം ഞാൻ സോഫ്റ്റായിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും കഴുത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കളർ വേറെയായി. ഇത് തന്നെ കണ്ടോ, മുഖം വേറെ കളറാ, കൈ വേറെ കളർ. കയ്യിലൊന്നും ചെയ്യാൻ തന്നെ കിട്ടാറില്ല, മുഖത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് തരാം. സ്ക്രബ് ചെയ്ത് തരാം. ഇനി ഗൈസ് നിങ്ങളോട് പറയാത്ത ഒരു സാധനം കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇത് ലിപ് സ്ക്രബാണ്, ചോക്ലേറ്റ് കോഫി, റിവോണ നാച്ചുറൽസ് അതിൻ്റെയാണ്. നല്ല സ്ക്രബാണ്, ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നു ഗൈസ്, അതുകൊണ്ട് തന്നെ ഒരുമാതിരി തീരാറായിട്ടുണ്ട്. പക്ഷെ ഇത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം, കുറേ ആയി ഞാനത് വാങ്ങിയിട്ട്. ഇതും സ്മിറ്റണിൽ നിന്ന് ഒരുമിച്ച് വാങ്ങിയതാണ് കേട്ടോ, ഇതും സ്മിറ്റണിൽ നിന്ന് വാങ്ങിയതാണ്. ലേശം വരും. തുടച്ചാൽ ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ മസാജ് ക്രീമാണ്. ഇത് ഒന്നുകൂടെ മസാജ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് പിന്നെ ചുമ്മാതിരിക്കുന്നു. ഇതിപ്പോൾ കാണാവോ ആദ്യത്തെ ആ ഒരു ഇതൊക്കെ മാറിയിട്ടൊന്നുകൂടെ സോഫ്റ്റ് ആയിരുന്നു. നേരത്തെ ഞാൻ ആദ്യം കാണിച്ച വന്ന് കയറിയപ്പോഴുള്ള പോലെയല്ല. ഇപ്പോൾ ഇച്ചിരി മസാജ് ക്രീമും ലേശം മതി ഗൈസ്, ലേശം മതി. നമ്മൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, എപ്പോഴും യൂസ് ചെയ്യുന്നില്ല, വല്ലപ്പോഴും യൂസ് ചെയ്യുന്നു, അപ്പോൾ കുറച്ച് മതി. അതുകൊണ്ടാണ് ചെറിയ സാമ്പിൾസായിട്ട് സ്മിറ്റ് ഇടുന്നത്. സ്മിറ്റ് നല്ല അപ്പോൾ കേട്ടോ. ഇത് അപ്വേർഡ് മോഷനിൽ മസാജ് ചെയ്യണമെന്ന് പറയുന്നത് ലേശം മതി.
ഓക്കെ, കുറച്ച് നേരം